ഞങ്ങളിന്ന് മണ്ണാർക്കാട് വരെ ഒന്ന് പോവുകയാണ്. ഞാനും ഉമ്മയും നാത്തൂനാണ് പോയിട്ടുണ്ടായത്. ഞാൻ മണിക്കുന്ത വീട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. ഓൾക്ക് രണ്ടുകൂട്ടം ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ അനിയത്തി വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് മുല്ലാസിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. അപ്പം പിന്നെ അത് കേട്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. വലിയ ഓഫറും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പറ്റ ക്വാളിറ്റി കമ്മിയായിട്ടുള്ള ഡ്രസ്സുകൾക്ക് 5-10 കമ്മിയാക്കി കൊടുക്കുക അത്രേനേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഏതായാലും അവിടുന്ന് ഒന്നും എടുത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഉള്ള ഒരു ഫാൻസി കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 വള വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അത് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോയിൽ ഇപ്രാവശ്യം കയറിയപ്പോൾ അത്ര വലിയ കളക്ഷൻ ഒന്നും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വെറുതെ കയറിയിൽ വിചാരിച്ചിട്ട് അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഈ ഒരു ടോപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായി എന്നല്ലാതെ ഞാൻ പിന്നെ അത് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ സാമിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. സാമിന്നും കുറെ തരഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് പിന്നെ രണ്ടുകൂട്ടം ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല എഴുതിയപ്പോൾ അങ്ങനെ രണ്ടുകൂട്ടം എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അധികം ബസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ 2 മണിക്കൂർ ഞങ്ങൾ ആ മണ്ണാർക്കാട് അങ്ങാടിയിൽ അവിടെ പോസ്റ്റായി നിന്നിട്ടുണ്ട്. ഞങ്ങൾ കരുതിയ ബസ്സോട് കിട്ടിയതില്ല. പിന്നെ തിരുവാങ്കുന്നൊക്കെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അന്നോട്ട് ബസ്സും ഇല്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്നിട്ട് അങ്ങനെ കോട്ടാപ്പാടത്ത് കയറിയിരിക്കായിരുന്നു. കോട്ടാപ്പാടത്ത് നിന്ന് കുറച്ച് ബേക്കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാളെ പോകുമ്പോൾ കൊണ്ടുപോകാൻ. പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ 8 മണിക്ക് ഇയാൾ പെരിന്തൽമണ്ണക്ക് കയറിയിട്ടുണ്ടായിരുന്നു എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി. എന്നും പോകുമ്പോൾ പെരിന്തൽമണ്ണ വരെ ഞങ്ങൾ കൊണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടതായിരുന്നു. മാളിക്കുന്നിക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.